നമസ്കാരം. നടൻ ടിനി ടോം ഒരു സാമൂഹിക വിപത്താണെന്നും അദ്ദേഹം തെറ്റ് ചെയ്തത് തന്നോട് മാത്രമല്ല കേരളം പോലുള്ളൊരു മതനിരപേക്ഷ സമൂഹത്തോടാണെന്നും തുറന്നടിച്ച നടിയും താരസംഘടനയായ അമ്മയുടെ മുൻ ജോയിന്റ് സെക്രട്ടറിയുമായ അൻസിബ ഹസൻ. വ്യക്തിവൈരാഗ്യം തീർക്കാൻ മറ്റൊന്നും കിട്ടാതെ വന്നപ്പോൾ തന്റെ പേര് അൻസിബ ഹസൻ ആയതുകൊണ്ട് മാത്രം അത് മുതലെടുക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും ഇത്തരക്കാരുടെ കപടമുഖം അഴിഞ്ഞു വീഴണമെന്നും അൻസിബ കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. നടി ലക്ഷ്മിപ്രിയ, തൃപ്പൂണിത്തുറ വനിതാ SI VR രേഷ്മ എന്നിവർക്കെതിരായ പരാതിയിൽ തൃക്കാക്കര ACP ഓഫീസിൽ മൊഴി നൽകാൻ എത്തിയപ്പോഴായിരുന്നു അൻസിബയുടെ ഈ ശക്തമായ പ്രതികരണം. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ടിനി ടോം അനുഭവിച്ചേ മതിയാകൂ എന്ന് നടി വ്യക്തമാക്കി. താരസംഘടനയായ അമ്മയുടെ നിലവിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തനിക്കൊട്ടും വിശ്വാസമില്ലെന്നും അൻസിബ തുറന്നു പറഞ്ഞു. നീതി തരാത്തൊരു കമ്മിറ്റിക്ക് മുന്നിൽ പോയി താൻ എന്ത് പറയേണ്ടതാണെന്നും അവർ ചോദിക്കുന്നു. ടിനി ടോമിനെതിരെയാണ് എന്റെ പരാതി. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെയുള്ളവർക്ക് മുൻപാകെ ഞാൻ ഹാജരായി വീണ്ടും കാര്യങ്ങൾ പറഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമോ? കുറ്റാരോപിതർ ഇരുന്ന് നീതി തരാൻ വേണ്ടി സംസാരിക്കുന്ന കാര്യം ആദ്യമായി കേൾക്കുകയാണെന്നാണ് അൻസിബ ഹസൻ വ്യക്തമാക്കുന്നത്. നിലവിലെ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകുന്നതിന് പകരം കേസ് കേൾക്കാൻ മറ്റൊരു സമിതിയെ വെക്കണമെന്ന ആവശ്യം അൻസിബ ഉന്നയിച്ചിട്ടുണ്ട്. തന്റെ മനസ്സിൽ വന്ന 3 പേരുകളായ മല പാർവതി, രമേശ് പിഷാരടി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ സമിതിക്കായി നിർദ്ദേശിച്ചതായും നടി വെളിപ്പെടുത്തി. ഇവർക്ക് അസൗകര്യമുണ്ടെങ്കിൽ പക്ഷാപാതപരമായി നിലപാടെടുക്കാത്ത മറ്റ് അംഗങ്ങളെ വെച്ചാണെങ്കിലും സമിതി ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അമ്മയിൽ നിന്നും ഇതുവരെ മറുപടി ലഭിച്ചില്ലെന്നും അൻസിബ കുറ്റപ്പെടുത്തി. മാധ്യമങ്ങളുടെ സമ്മർദ്ദം കാരണമാണ് ഇപ്പോൾ പരാതി കേൾക്കാൻ പോലും അമ്മ തയ്യാറായതെന്നും മുൻപ് പലതവണ പരാതി നൽകിയിട്ടും ആരും കേട്ടിരുന്നില്ലെന്നും നടി കൂട്ടിച്ചേർത്തു. ടിനി ടോം തന്നെ ജിഹാദി എന്ന് വിളിച്ച് ആരോപിച്ചാണ് അൻസിബ ആദ്യം രംഗത്തെത്തിയത്. താൻ മതപരിവർത്തനത്തിനും അവിഹിത ബന്ധങ്ങൾക്കും ശ്രമിച്ചുവെന്ന തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ടിനി ടോം അമ്മയ്ക്കുള്ളിലും പുറത്തും പ്രചരിപ്പിച്ചതായും അൻസിബ പറയുന്നു. ടിനി ടോം പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പനക്കുന്നിന്റെ മകനെ അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചു എന്നായിരുന്നു ടിനി ടോമിന്റെ പ്രധാന പ്രചരണം. എന്നാൽ ഈ പ്രചരണം വ്യാജമാണെന്ന് വ്യക്തമാക്കി രാജീവും മകനും തന്നെ പിന്നീട് രംഗത്തെത്തിയിരുന്നു. രാജീവും മകനും അന്ന് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്നേനെ എന്ന് അൻസിബ ഓർമ്മിപ്പിച്ചു. ഇത്രയും ക്രിമിനൽ കാര്യങ്ങൾ ചെയ്തവർക്കെതിരെ ശക്തമായി മുന്നോട്ട് പോകുമെന്നും അവരുടെ കപടമുഖം താഴെ വീഴണമെന്നും അൻസിബ ഉറപ്പിച്ചു പറഞ്ഞു. നടി ലക്ഷ്മിപ്രിയ നൽകിയ ഒരു പരാതിയിന്മേൽ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി വനിതാ SI തനിക്കെതിരെ മാനസിക പീഡനം നടത്തിയെന്നാണ് അൻസിബയുടെ പരാതി. ഇതു സംബന്ധിച്ച് അൻസിബ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി തുടർ നടപടികൾക്കായി DGPക്ക് കൈമാറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തൃക്കാക്കര ACP ഓഫീസിൽ നടിയുടെ വിശദമായ മൊഴിയെടുപ്പ് നടക്കുന്നത്. എന്നാലും നടിക്ക് പരാതിയുണ്ട്. ആ പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അൻസിബയുടെ തീരുമാനം. എന്നാൽ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുൻപാകെ നീതി ലഭിക്കില്ല എന്ന് തന്നെയാണ് അൻസിബയുടെ വിശ്വാസം. ടിനി ടോമിനൊപ്പം നിൽക്കുന്ന രീതിയിലാണ് അമ്മയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ നിലനിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയും വിശ്വസിച്ചുകൊണ്ട് നടി മുന്നോട്ട് പോവുകയാണെന്ന് തന്നെയാണ് നിലപാട് വ്യക്തമാക്കുന്നത്.